സംസ്ഥാനത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയും ആഘോഷങ്ങളോടെയും തുടക്കം കുറിച്ച സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ആദ്യദിന കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് പൊതുഗതാഗത രംഗത്ത് നേരിടുന്നത്. പദ്ധതിയുടെ ആദ്യ ദിനം തന്നെ കനത്ത നഷ്ടമാണ് ഉണ്ടായതെന്നും ബസ്സുകൾക്ക് ഇന്ധനത്തിനുള്ള കളക്ഷൻ പോലും ലഭിച്ചില്ലെന്നും കാണിച്ച് സ്വകാര്യ ബസ് ഉടമകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കളക്ഷൻ കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ച് ശക്തമായ സമരം ആരംഭിക്കുമെന്ന കാര്യം പരിഗണനയിലാണെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്കായി സർക്കാർ വലിയ പ്രതീക്ഷകളോടെ നടപ്പിലാക്കിയ പ്രിയദർശിനി പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തെ ചെറുകിട സ്വകാര്യ ബസ് മേഖലയിൽ വലിയൊരു നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ്. പദ്ധതി നിലവിൽ വന്ന ആദ്യ ദിനം തന്നെ പ്രതീക്ഷിച്ചതിലും വലിയ ആഘാതമാണ് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിസന്ധി വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്ന തിരിച്ചറിവിലാണ് ബസ് ഉടമകൾ അടിയന്തരമായി ഒത്തുചേർന്നത്. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ ദിനത്തിന് പിന്നാലെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി ബസ് ഓപ്പറേറ്റർ ഫെഡറേഷന്റെ അടിയന്തര അവലോകന യോഗം തൃശ്ശൂരിൽ വെച്ച് അടിയന്തരമായി ചേരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് ഉടമകളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന്റെ കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തും. ആദ്യ ദിനത്തിലെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബസ് ഉടമകൾ പങ്കുവയ്ക്കുന്നത്. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യ ദിനം ബസ് ഉടമകൾക്ക് ഇന്ധനമടിക്കാൻ ആവശ്യമായ കളക്ഷൻ പോലും പല സർവീസുകൾക്കും ലഭിച്ചിട്ടില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. സ്ത്രീ യാത്രക്കാർ കൂട്ടത്തോടെ KSRTCയുടെ സൗജന്യ സർവീസുകളിലേക്ക് മാറിയതോടെ സ്വകാര്യ ബസ്സുകളിലെ ടിക്കറ്റ് വരുമാനം കുത്തനെ ഇടിഞ്ഞു. വരുമാനമില്ലാതായതോടെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ബസ് തൊഴിലാളികളുടെ വേതനം മുഴുവനായി നൽകാൻ പോലും പല ബസ് ഉടമകൾക്കും കഴിയാതെയായി. ഇതേ അവസ്ഥ മുന്നോട്ട് പോയാൽ ബസ് വ്യവസായം പൂർണ്ണമായും തകരുമെന്നും ഇവർ ഭയപ്പെടുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം. നിലവിൽ കനത്ത നഷ്ടം സഹിച്ചുകൊണ്ട് സർവീസുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അതിനാൽ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ച് സമരം ചെയ്യുന്നത് സംഘടനയുടെ സജീവ പരിഗണനയിലാണെന്നും ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം, ബസ് ഉടമകളുടെ സംയുക്ത സമിതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആശങ്കകളും നിർദ്ദേശങ്ങളും അടങ്ങിയ നിവേദനം സമർപ്പിക്കും. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള ബദൽ മാർഗങ്ങൾ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്കടക്കമുള്ള കർശന നീക്കങ്ങളിലേക്ക് നീങ്ങാനാണ് അവരുടെ തീരുമാനം. സ്വകാര്യ ബസ് മേഖലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ആശങ്കകളും പുകയുമ്പോഴും മറുവശത്ത് വലിയ ജനപങ്കാളിത്തത്തോടെയും രാഷ്ട്രീയ പ്രാധാന്യത്തോടെയും കഴിഞ്ഞ ദിവസം പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലസ്ഥാന നഗരിയിൽ വെച്ച് അരങ്ങേറി. UDF സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. കേവലം ഒരു ഔദ്യോഗിക ചടങ്ങിൽ ഒതുക്കാതെ സാധാരണക്കാർക്കൊപ്പം യാത്ര ചെയ്താണ് മുഖ്യമന്ത്രി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെയാണ് നടന്നത്. തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ള ആദ്യ പ്രിയദർശിനി സർവീസിൽ യാത്രക്കാരനായി മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ടെത്തി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താണ് പദ്ധതി ജനങ്ങൾക്കായി സമർപ്പിച്ചത്. ഈ അഭിമാന പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായുള്ള സർക്കാരിന്റെ ആദരവാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഉദ്ഘാടന സർവീസിൽ KSRTCയിലെ വനിതാ ജീവനക്കാരുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയൊരു മാതൃകയെന്നോണം ആദ്യ സർവീസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പെരുമ്പാവൂർ ഡിപ്പോയിലെ VP ഷീലയും കണ്ടക്ടറായി പാപ്പനംകോട് ഡിപ്പോയിലെ ജയകുമാരിയുമാണ് അമരക്കാരായി എത്തിയത്. കേരളത്തിലുടനീളം വലിയൊരു യാത്രാ വിപ്ലവത്തിനാണ് ഇവരുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടത്. നിലവിൽ സംസ്ഥാനത്താകെ 3125 ഓർഡിനറി സർവീസുകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി നിരത്തിലിറങ്ങിയിരിക്കുന്നത്. അധികാരമേറ്റ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാഗ്ദാനമാണ് അധികാരമേറ്റ് ഒരു മാസം തികയും മുമ്പ് തന്നെ സതീശൻ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരും സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർണ്ണമായല്ല സർക്കാർ പാലിച്ചതെന്ന് ആരോപിച്ച് LDF പ്രതിപക്ഷം ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. സൗജന്യ യാത്ര വഴി KSRTCക്ക് ഉണ്ടാകുന്ന കനത്ത സാമ്പത്തിക ബാധ്യത മറികടക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യം വഴി കോർപ്പറേഷൻ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ പ്രതിമാസം 60 കോടി രൂപ വീതം സർക്കാർ KSRTCക്ക് ഓരോ മാസവും നേരിട്ട് നൽകും. എന്നാൽ KSRTCയെ സംരക്ഷിക്കുമ്പോൾ തന്നെ തങ്ങളെപ്പോലെയുള്ള ചെറുകിട സ്വകാര്യ ബസ് ഉടമകളുടെ നിലനിൽപ്പ് കൂടി സർക്കാർ ഉറപ്പാക്കണമെന്നാണ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിലെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും പൊതുഗതാഗത രംഗത്തെ സമരത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക.